നമ്മുടെ നാട്ടിൽ പലതരം കൃഷിയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ പാറ്റ കൃഷിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ചൈനയിൽ പാറ്റ വളർത്തലും ഒരു അംഗീകരിക്കപ്പെട്ട കൃഷി തന്നെയാണ്. ചൈനയിൽ മാത്രം ഇതുപോലെ 100ഓളം പാറ്റ വളർത്തൽ കേന്ദ്രങ്ങളുണ്ട്. അവയെ വളർത്തുന്നതും പരിപാലിക്കുന്നതും ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു വലിയ കമ്പനി ഇത്തരത്തിൽ പാറ്റയെ വളർത്താനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇത്തരം കേന്ദ്രങ്ങളിൽ വളർത്തുന്ന പാറ്റകളെ ഉണക്കിയെടുത്താൽ പൗണ്ടിന് $20 കൂടുതൽ വിപണിയിൽ നിന്നും കിട്ടും. ഇത് ലാഭകരവും ചെയ്യാൻ വളരെ എളുപ്പമുള്ളതുമാണ് എന്നാണ് പാറ്റ കർഷകരുടെ അഭിപ്രായം പോലും. എന്തിനാ ഇത്രയധികം പാറ്റകളെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ആലോചിക്കുവാണോ നിങ്ങൾ? ഏഷ്യയിലെ മിക്കവാറും മരുന്ന് നിർമ്മാണ കമ്പനികളും അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുമാണ് ഇതിന്റെ പ്രധാന ഉപഭോക്താക്കൾ. മറ്റെല്ലാ ചെറുപ്രാണികളെയും പോലെ പാറ്റകളും മികച്ച ഒരു പ്രോട്ടീൻ സ്രോതസ്സാണ് എന്നതാണ് പ്രധാന കാരണം. ഇനി ചൈനക്കാരുടെ പ്രത്യേകം കാര്യമെടുത്താൽ അവരുടെ ചില പരമ്പരാഗത മരുന്നുകളിലും പാറ്റയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഘടകങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കാറുണ്ട്. ഹൃദ്രോഗം മുതൽ പല്ലുവേദനയ്ക്ക് വരെയുള്ള മരുന്നുകളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്തിനധികം പറയുന്നു, ടൂത്ത് പേസ്റ്റിൽ പോലും പാറ്റകളെ അരച്ചു ചേർക്കാറുണ്ടത്രേ. അതുകൊണ്ട് തന്നെ ഒരു ചൈനീസ് യാത്ര നടത്തുകയാണെങ്കിൽ പാക്ക് ചെയ്യുന്ന സാധനങ്ങൾക്കൊപ്പം ഒരു ടൂത്ത് പേസ്റ്റ് കൂടി കരുതാൻ മറക്കേണ്ട.